നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലാണ്. ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാപ്ക മാനേജ്മെൻറ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഒപ്പം ഒട്ടനവധി സാംസ്കാരിക പൊതുപ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യം, OICC തുടങ്ങിയ സംഘടനകളുടെ ഒരു പ്രമുഖനായ വ്യക്തി കൂടിയാണ് ദമാം ജുബൈൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിൽ. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ അബ്ദുള്ള ഉമർ ഖാനെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു ഒരു പ്രവാസ ജീവിതത്തിൻ്റെ തുടക്കം എന്നൊന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് ഓരോ വിശേഷങ്ങളിലേക്ക് പോകാം. കടക്കാട് LPS എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം കഴിയുകയും അതിനുശേഷം എൻ്റെ അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പന്തളം NSS ബോയ്സ് ഹൈസ്കൂളിൽ ആണ് നടത്തിയത്. അതിനുശേഷം 80-83 കാലയളവിൽ പന്തളം NSS കോളേജിൽ എൻ്റെ ബിരുദ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും അതോടൊപ്പം 1983 സെപ്റ്റംബർ 11 ഞാൻ സൗദി അറേബ്യയിൽ എത്തുകയാണ് ചെയ്തത്. ഒരു 10 വർഷക്കാലം സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് മാപ്ക എന്ന് പറയുന്ന ഒരു സംഘടന 97 മുതൽ സൗദി അറേബ്യയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയും ഇവിടെ വളരെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. എവിടെയാണെങ്കിലും ആ പ്രസ്ഥാനത്തെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും എനിക്ക് നടത്തുവാൻ കഴിയില്ല. സൗദി അറേബ്യയിലെ വിദേശ മുതൽ മുടക്ക് അനുവദിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ സജീവമായിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അനന്തരഫലമായി സൗദി ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിൽ സേവന മേഖലയിൽ ഒരു കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനിയുടെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആതുരസേവന മേഖലയിൽ ഞങ്ങൾ മുതൽ മുടക്കുകയും വളരെ നല്ല രീതിയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും അടങ്ങിയ ഒരു കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കൂടുതലും നമ്മുടെ ഈ ഒരു രംഗത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കൾ? അനൂപിൻ്റെ ഈ ചോദ്യം എനിക്ക് വളരെയേറെ സന്തോഷം തരുന്നതാണ്. അതിൻ്റെ കാരണം ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, 97 ഒരു സാമൂഹ്യ സംഘടനയായിട്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ഞാനും കടന്നു വരുന്നത്, ഞാനും എൻ്റെ സഹപ്രവർത്തകരും കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ ഞാനും മറ്റേതൊരു മലയാളിയും പോലെ തൊഴിലന്വേഷകനായിട്ട് ഈ സൗദി അറേബ്യയിലെത്തിയതാണ്. അങ്ങനെ എത്തിപ്പെട്ട എനിക്ക് എൻ്റെ കണ്ണിന് മുന്നിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞ മുഖങ്ങൾ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളും അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു വന്നത്. ഈ മാപ്കയുടെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു? മാപ്ക എന്ന പേര്, അതിൻ്റെ ഒരു അബ്രിവിയേഷൻ? ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനേജിങ് കമ്മിറ്റി ആയിരിക്കണം ഇവിടെ ഭരിക്കേണ്ടതെന്ന് സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായ രൂപീകരണം നടത്തുകയും ആ രൂപീകരണ അടിസ്ഥാനത്തിൽ ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലും ഇലക്ഷൻ നടത്തുകയും ആദ്യത്തെ ഇലക്ഷനിൽ ശ്രീ കോയ അനച്ചിറ ചെയർമാനായിട്ട് ദമാമിൽ ഒരു സ്കൂൾ ഭരണസമിതി വരികയും അതിനുശേഷം നമുക്ക് വളരെ സന്തോഷത്തോടെ കാണാൻ കഴിയും അതിനുശേഷം വന്ന മാനേജിങ് കമ്മിറ്റി
ശ്രീ അബ്ദുള്ള മഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി, തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി വന്നു. ശ്രീ ജോൺ തോമസ്, ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന എബിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി വന്നു. ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ നേതൃത്വത്തിലൊരു മാനേജിംഗ് കമ്മിറ്റി വന്നു. ഇന്ത്യൻ സമൂഹത്തിന് പൊതുവെയും മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചും വളരെ അഭിമാനകരമായിട്ടുള്ള ഈ നേട്ടം നേടിയെടുക്കുവാൻ 1997 ശേഷം രൂപീകൃതമായ ഈ സംഘടനയ്ക്ക് വളരെ ആത്മാർത്ഥമായി ഇടപെടാൻ കഴിഞ്ഞു. ഓർക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹമില്ലെങ്കിൽ കൂടിയും എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ദമാമിൽ ജുബൈലിൽ നടന്ന ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് 2 തമിഴ് സഹോദരങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ച. അപ്പോൾ ഈ 2 സഹോദരങ്ങളെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് മണി, സൗദി അറേബ്യയിലെ നിയമപ്രകാരം ബ്ലഡ് മണി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ദമാമിൽ തന്നെ ഒരു പൊതുപ്രവർത്തകൻ, ശ്രീ സുരേഷ് ഭാരതി എന്നെ ബന്ധപ്പെടുകയും അതിൻ്റെ ആ സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ആദ്യത്തെ അതിൻ്റെ സംഭാവന എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ നൽകിയത്. അതുപോലെ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഗുജറാത്ത് ഭൂകമ്പം. ആ ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർക്ക് വേണ്ടി ഒരു വലിയ റിലീഫ് ഓപ്പറേഷൻസ് സൗദി അറേബ്യയിൽ നടത്തുകയുണ്ടായി. ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ഒരു മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ രംഗത്തേക്ക് വരുന്നത്, അല്ലേ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനകൾക്ക് അതിരുകളില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച ആ ഒരു സാഹചര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ വന്നത്. ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂട്ടുനിൽക്കുകയില്ല. ആ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഞാനും കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് എവിടെ ഞാനത് പ്രോത്സാഹിപ്പിക്കും. ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയ്ക്ക് മാപ്കയുടെ? മാപ്ക ഡയറക്ടർ ബോർഡിൽ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരുപിടി ആൾക്കാരാണുള്ളത്. ഞങ്ങളുടെ ഭാവി പരിപാടികളെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാണ് സൗദി അറേബ്യയിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുക എന്നുള്ളത്. ഇപ്പം നിലവിലിരിക്കുന്ന 3 സ്ഥാപനങ്ങൾ പോളിക്ലിനിക്കുകളാണ്. സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ അത് വലിയ പ്രൊജക്റ്റാണ്. അതോടൊപ്പം തന്നെ ഒരു പുനരധിവാസം എന്നുള്ള രീതിയിൽ നാട്ടിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ച് തന്നെ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജും സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നാടിൻ്റെ ഓർമ്മകൾ, കൂട്ടുകാർ, പഠിച്ച വിദ്യാലയങ്ങൾ, അന്നത്തെ ആ കാലഘട്ടത്തിലെ നഗരത്തെക്കുറിച്ചും ആ ഗ്രാമത്തെക്കുറിച്ചുമൊക്കെ ഓർത്താൽ പന്തളത്തിൻ്റെ എടുത്തു പറയത്തക്ക പ്രാധാന്യം എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി പന്തളത്തിന് തന്ന ഒരുപിടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ മന്നത്ത് പത്മനാഭൻ പന്തളത്തിന് നൽകിയ സംഭാവനകൾ വിസ്മരിച്ചുകൊണ്ട് ഒരു ചരിത്രം എഴുതുക അസാധ്യമാണ്. അതുപോലെ തന്നെ ശ്രീ അയ്യപ്പൻ്റെ അമ്പലം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളിൽ കൂടിയാണ് എൻ്റെ മനസ്സ് കടന്നു പോകുന്നത്. പന്തളം അയ്യപ്പൻ്റെ ക്ഷേത്രവും പന്തളം രാജകൊട്ടാരവും സ്ഥിതി ചെയ്തിരുന്നത് പന്തളം പഞ്ചായത്തിലെ എൻ്റെ വീട് ഉൾപ്പെടുന്ന വാർഡിലാണ്. അതുമാത്രമല്ല, ശബരിമല സീസൺ
തുടങ്ങിക്കഴിഞ്ഞാൽ പന്തളവും പരിസരവും ശരണം വിളികൾ കൊണ്ട് മുഖരിതമാകും. മതമൈത്രിക്ക് വളരെ പേരുകെട്ട ഒരു ജില്ലയും ഒരു സ്ഥലവുമാണ് പന്തളം. മറ്റു പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും വളരെ ആഘോഷത്തോടുകൂടി കൊണ്ടാടുന്ന ഒരു മഹാസംഗമമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ. അതുപോലെ തന്നെ അവിടെ നിന്നും അധികം ദൂരെയല്ലാതെ നടക്കുന്ന മറ്റൊരു സംഗമമാണ് മരാമൺ കൺവെൻഷൻ. അതോടൊപ്പം തന്നെ മതമൈത്രിക്ക് ഒരു കോട്ടവും കേരളത്തിൽ സംഭവിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന എരുമേലിപ്പേട്ട തുള്ളൽ. ആരെയും ഒഴിവാക്കിക്കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ട്. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കടപ്പാട് ആരോടൊക്കെ ഉണ്ടാവും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്? എല്ലാവർക്കും എവിടെയെങ്കിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കൈത്താങ്ങും ഒരു കൈപിടിച്ചുയർത്തലും ആവശ്യമാണ്. ഒരു നന്ദി പ്രകടനം എന്ന് പറയാൻ അതിൻ്റെ ആവശ്യമില്ല. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് സ്നേഹമാണ്. അവർക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഈ ഒരു മേഖലയിൽ, ഒപ്പം കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ വിശേഷങ്ങൾ നാട്ടിലും ഇവിടെയും? കുടുംബം എന്നുള്ളത് കൊണ്ട് അനൂപ് ഉദ്ദേശിച്ചത് എന്താണ്? ഭാര്യ, കുട്ടികൾ. എൻ്റെ കുടുംബം എന്ന് ആണ് അർത്ഥമാക്കുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ ഒതുങ്ങുന്നില്ല. എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ 7 സഹോദരങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. ബാപ്പയുടെ പേര് അബ്ദുള്ള റാവുത്തർ, ഉമ്മയുടെ പേര് ഐഷത്ത് ബേബി. ഉമ്മ മരണപ്പെട്ടിട്ട് 3 വർഷമാകുന്നു. ബാപ്പ ആരോഗ്യത്തോടെ ഇപ്പോഴും ഉണ്ട്. എനിക്ക് 4 സഹോദരിമാരും 2 സഹോദരന്മാരുമാണുള്ളത്. ഞങ്ങൾ 7 പേരാണ് കുടുംബത്തിൽ. 1983 ഞാൻ സൗദിയിലെത്തിയതിന് ശേഷം ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൈപിടിച്ചുയർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മനസ്സിന് തരുന്നുണ്ട്. ഇനി ആ വിശാലമായ അർത്ഥത്തിൽ നിന്ന് ഒന്നുകൂടെ ചുരുങ്ങി പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ സഫീന, 3 മക്കൾ. 3 മക്കളാണുള്ളത്. ഭാര്യ സഫീന ബിരുദധാരിയാണ്. 3 കുട്ടികൾ, 2 പെൺകുട്ടികളും 1 മകനും. മൂത്ത മകൾ MBA ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്നു. മക്കൾ 2 പേരും കൊച്ചിയിൽ രാജഗിരിയിലാണ് പഠിക്കുന്നത്. വളരെ ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ് മൂത്ത മകൾ. രാജഗിരിയിൽ മെറിറ്റിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് അഡ്മിഷൻ കിട്ടിയതാണ്. ഷീസ് എ ബ്രില്യൻറ്റ് ആൻഡ് ഷീസ് എ പേൾ ആൻഡ് ഷീസ് മൈ ഫ്യൂച്ചർ. രണ്ടാമത്തെ മകൾ, മൂത്ത മോളുടെ പേര് അനീസ ഖാൻ, രണ്ടാമത്തെ മോളുടെ പേര് അക്ഷിത ഖാൻ. ഷീസ് ഡൂയിങ് BCom. അതേ സമയത്ത് തന്നെ ഒരു CAക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മകൻ അർഷദ് ഖാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബം. എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പുറയിലും എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, എൻ്റെ മക്കളുടെ സപ്പോർട്ടുണ്ട്. പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ തലമുറയോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായാലും? എൻ്റെ ബന്ധുമിത്രാദികൾ എനിക്ക് തന്ന ഒരു ഉപദേശമുണ്ടായിരുന്നു. നീ നല്ല മോനാണ്, ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്.
നിനക്ക് തരാനുള്ള ഒരു ഉപദേശം, നീ പോകുന്ന സ്ഥലത്ത് നീ കുറച്ച് ക്ഷമ കാണിക്കണം, നീ ഒരു എടുത്തിയാട്ടക്കാരനാണ്, നീ കുറച്ച് ക്ഷമ കാണിക്കണമെന്ന് അന്ന് എൻ്റെ മുറ്റത്ത് കൂടി എൻ്റെ ബന്ധുമിത്രാദികൾ തന്ന ആ ഒരു ഉപദേശം ഈ 33ാമത്തെ വർഷം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ഒരു തവണ പോലും സൗദി അറേബ്യയിൽ എക്സിറ്റിൽ പോയിട്ടില്ല. ഒരു വിസയിൽ തന്നെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് 33 വർഷം ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ അഭ്യുദയകാംക്ഷികൾ എനിക്ക് തന്ന ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ഇൻ പേഷ്യൻസ്. ഇത്രയും സമയം, വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംവദിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായി അറിയിക്കുകയാണ് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.